ആളുകൾ, പതിനായിരക്കണക്കിന് ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ അവർക്കുള്ള ഭക്ഷണം ഒറ്റയടിക്ക് തയ്യാറാക്കല്ല, വരുന്നതിനനുസരിച്ച് നമ്മൾ വാർപ്പ് കയറ്റിയത് ഇവിടെ ചോറൊക്കെ വെച്ച് ഭക്ഷണം കയറ്റി. ഇതിപ്പോൾ അവിടെ സാമ്പാർ, അതിനനുസരിച്ച് അവിയൽ. പിന്നെ ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാവരും ഇപ്പോൾ ഇവിടെ ഒരു പാചകക്കാരൻ എന്നുള്ള രീതിയിലല്ല, ഇവിടുത്തെ മദേഴ്സ്, സിസ്റ്റേഴ്സ്, പിന്നെ ഇവിടുത്തെ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ, അങ്ങനെ വേണ്ട നാട്ടുകാർ, അങ്ങനെ എല്ലാവരും ഒത്തൊരുമയോടെ നിന്നിട്ട് പണിയെടുക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇപ്പൊ ഞാൻ നിൽക്കുന്നത് നമ്മുടെ ഊട്ടുനേർച്ചയുടെ കലവറയുടെ ഉള്ളിലാണ്. ശരി, ഇത് കണ്ടില്ലേ, ഇവിടെ അവിയല് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പരിപാടി നടക്കുന്നത്. അടുത്ത വാർപ്പ് കയറ്റി അവിയൽ ഉണ്ടാക്കാനുള്ള ഒരു സെറ്റപ്പാണ്. അപ്പൊ നമ്മുടെ കൂടെ എന്നുള്ളത് ഒരു 10 വർഷത്തധികം കാലഘട്ടമായിട്ട് നമ്മുടെ ഇവിടെ മറൈൻ ദ്രശ്യമ്മയുടെ ഊട്ടുനേർച്ച ഭക്ഷണം തയ്യാറാക്കുന്ന കടുപ്പശ്ശേരിയിലെ ഉണ്ണിസ്വാമിയുടെ മകനാണ്. ഉണ്ണിസ്വാമി ഇപ്പൊ ഇല്ല, അപ്പൊ മകനാണ് ഇതിന്റെ മേൽനോട്ടം കാര്യങ്ങളൊക്കെ വഹിക്കുന്നത്. ഇപ്പൊ എത്ര ആൾക്കാർക്കുള്ളതാണ് നിങ്ങൾ കരുതല്? അപ്പൊ ശരിക്കും തിരക്കൊക്കെ ആയി വരുന്നുള്ളൂ. നമുക്ക് എന്തായാലും ഭക്ഷണം കൊടുക്കുന്ന ആ ഒരു കലവറയുടെ അടുത്തേക്ക് പോവാം. നമ്മുടെ വീഡിയോ ഉണ്ടില്ലേ? അല്ലല്ല, നമ്മള് മറ്റുള്ളവരൊക്കെ എടുക്കണില്ല, ഭക്ഷണത്തിന് മാത്രം എടുക്കണുള്ളൂ. എല്ലാവരും എടുത്തുണ്ട്, ഇവിടെ എല്ലാവരും എടുത്തുണ്ട്. അടുത്ത ഭക്ഷണമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ചെറുപ്പത്തിലേക്ക് വരുമ്പോൾ ഒരുപാട് കൂട്ടുകാരുടെ കൂടെയൊക്കെ നിന്ന് ഒരുപാട് കാലം, വർഷങ്ങളോളം നമ്മുടെ മറൈൻ ദ്രശ്യ സ്കൂളിൽ പഠിക്കുമ്പോൾ ചെറുപ്പത്തിൽ കൂട്ടുകാരോടൊപ്പം വരുന്നത് കഴിക്കുമ്പോൾ ആ ഒരു കാലഘട്ടമൊക്കെ ഓർമ്മ വരികയാണ്. അപ്പോൾ നിങ്ങൾ നമ്മുടെ കുൽക്കാട്ടുശ്ശേരി മറൈൻ ദ്രശ്യ സ്കൂളിൽ പഠിച്ച വിദ്യാർത്ഥികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊക്കെ ഓർക്കുന്നുണ്ടാവില്ലേ?